അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ മനപ്പാഠത്തിൽ കാണാതെ ഖുർആൻ ഓതുന്നത് 1000 ദറജ സവാബുള്ളതാണ്. എന്നാൽ മുസാഫ് നോക്കി ഓതുന്നതിന് 2000 ദറജ വരെ സവാബ് ഇരട്ടിയാക്കപ്പെടും. ഖുർആൻ മനപ്പാഠമാക്കിയവർ തന്നെ, നമുക്കറിയാം, നമ്മൾ പ്രത്യേക പരിപാടികളിലൊക്കെ യാസീനൊക്കെ ഓതാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ നമുക്ക് മനപ്പാടുണ്ടാവും. എങ്കിലും അത് മുസാഫ് നോക്കി ഓതുക എന്നത് ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണെന്നാണ് ബൈഹഖി ഉദ്ധരിച്ച ഈ ഹദീസിൻ്റെ സംക്ഷിപ്തം. ഖുർആൻ മനപ്പാഠമാക്കിയവൻ്റെ അനേകം മഹത്വങ്ങൾ നമുക്കറിയാം. ഈ ഹദീസിൽ നോക്കി ഓതുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനുള്ള കാരണം, പരിശുദ്ധ ഖുർആൻ നോക്കി ഓതുന്നതിൽ ചിന്തയും ആലോചനയും കൂടുതലായി ഉണ്ടാകുന്നു എന്നതിന് പുറമെ മറ്റനേകം ഇബാദത്തുകളും അടങ്ങിയിരിക്കുന്നു. അതായത് പരിശുദ്ധ ഖുർആൻ നോക്കുക, അതിനെ സ്പർശിക്കുക മുതലായ പല കാര്യങ്ങളുണ്ട്. ഇക്കാരണങ്ങളാൽ അത് ശ്രേഷ്ഠതയുള്ളതാണ്. ഹദീസുകളുടെ ആശയങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കുന്നത് കാരണത്താൽ കാണാതെ ഓതുന്നതാണോ അതല്ല നോക്കി ഓതുന്നതാണോ ശ്രേഷ്ഠമായത് എന്ന വിഷയത്തിൽ ഉലമാക്കൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. മേലുദ്ധരിച്ച ഹദീസിൻ്റെ കാരണത്താലും തെറ്റുവരുന്നതിൽ നിന്ന് ഒഴിവാകുമെന്നതിനാലും നോട്ടം ഖുർആൻ ഷരീഫിൽ തന്നെ പതിഞ്ഞുകൊണ്ടിരിക്കും എന്ന കാരണത്താലും നോക്കി ഓതുന്നത് ശ്രേഷ്ഠമായതാണ് എന്ന് ഒരു സംഘം ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എന്നാൽ മറ്റു ചില ഹദീസുകൾ കാരണത്താലും കാണാതെ ഓതുന്നത് കൊണ്ട് ഭയഭക്തി കൂടുതൽ ഉണ്ടാകുന്നതിന് കാരണമാവുകയും ലോകമാന്യത്തിൽ നിന്ന് വിദൂരമാവുകയും ചെയ്യുമെന്ന കാരണത്താലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവ് കാണാതെ ഓതലായിരുന്നു എന്ന കാരണത്താലും കാണാതെ ഓതുന്നതാണ് ശ്രേഷ്ഠമായതെന്ന് മറ്റൊരു സംഘം ഉലമാക്കൾ അഭിപ്രായപ്പെടുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ശ്രേഷ്ഠത മനുഷ്യരുടെ സ്ഥിതി അനുസരിച്ച് വ്യത്യാസമാകും. നോക്കി ഓതുന്നത് കൊണ്ട് ചിന്തയും ആലോചനയും കൂടുതലുണ്ടാകുമെന്നുള്ളവർക്ക് നോക്കി ഓതലാണ് നല്ലത്. കാണാതെ ഓതുന്നത് കൊണ്ട് ചിന്തയും ആലോചനയും കൂടുതൽ ഉണ്ടാകുമെന്നുള്ളവർക്ക് കാണാതെ ഓതലാണ് ശ്രേഷ്ഠം. ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്തുൽ ബാരിയിൽ ഈ വിവരണത്തെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കൽ 2 മുസാഫ് ഓതലിൻ്റെ കൂടുതൽ കാരണമായി കീറിപ്പോയിരുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇഹിയായുടെ വിവരണത്തിൽ അംറു ബിൻ മൈമൂൻ റളിയല്ലാഹു അൻഹു ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: ഒരാൾ സുബഹി നിസ്കരിച്ചതിന് ശേഷം ഖുർആൻ ഷരീഫ് തുറന്ന് 100 ആയത്ത് ഓതുകയാണെങ്കിൽ ഈ ലോകമെല്ലാം കൂടിച്ചേർന്ന് അത്രയും നന്മ അവന് എഴുതപ്പെടുന്നതാണ്. ഖുർആൻ ഷരീഫ് നോക്കി ഓതുന്നത് കാഴ്ചയ്ക്ക് വളരെ പ്രയോജനകരമാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിൻ്റെ പരമ്പര നിവേദനം ചെയ്യുകയും അതിലുള്ള ഓരോ റാവിയും ഹദീസിനെ എടുത്തു പറഞ്ഞയാൾ, എനിക്ക് കണ്ണുവേദന ഉണ്ടായപ്പോൾ ഖുർആൻ ഷരീഫ് നോക്കി ഓതുന്നതിന് ഉസ്താദ് ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം
ഖുർആൻ ഷരീഫ് നിവർത്തുകയും സുബഹി നിസ്കാര സമയമാകുമ്പോൾ അത് അടച്ചു വെക്കുകയും ചെയ്തിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, ഇരുമ്പിൽ വെള്ളം വീണാൽ അതിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഈ ഹൃദയങ്ങൾക്ക് കറ പിടിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലെ, അതിന് ശുദ്ധി ചെയ്തെടുക്കുന്നതിനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ മരണത്തെ അധികമായി ഓർക്കുകയും ഖുർആൻ ശരീഫ് ഓതുകയും ചെയ്യലാണ് എന്ന് തങ്ങൾ മറുപടി അരുളി. അതായത് വെള്ളം തൊടുന്നത് കൊണ്ട് ഇരുമ്പിന് കറ പിടിക്കുന്നത് പോലെ പാപങ്ങളുടെ ആധിക്യവും അള്ളാഹുവിനെ കുറിച്ചുള്ള മറവിയും കാരണമായി ഹൃദയങ്ങൾ കറ പിടിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഓതുകയും മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക എന്നത് അതിനെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനം നടത്തുന്നതാണ്. ഹൃദയത്തിൻ്റെ ഉപമ ഒരു കണ്ണാടി പോലെയാണ്. അതിൽ അഴുക്ക് പിടിക്കുന്നതിനനുസരിച്ച് മഅരിഫത്തിൻ്റെ പ്രതിബിംബം കുറയുകയും അത് തെളിയുകയും ശുദ്ധമായിരിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് മഅരിഫത്തിൻ്റെ പ്രതിബിംബം അതിൽ വ്യക്തമാവുകയും ചെയ്യും. അതുകൊണ്ട് മനുഷ്യൻ ശാരീരിക ഇച്ഛകൾക്കും പൈശാചിക പ്രവർത്തനങ്ങൾക്കും അടിമപ്പെട്ട് പാപങ്ങളിൽ മുഴുകുന്നത്ര മഅരിഫത്തിൽ നിന്ന് ദൂരമായി പോകും. ഈ കണ്ണാടിയെ തെളിയിക്കുന്നതിന് വേണ്ടിയാണ് മശായിഖുകൾ റിയാദകളും മുജാഹദകളും ദിക്റുകളും പതിവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹദീസുകളിൽ ഇപ്രകാരം വരുന്നു: മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി അവൻ്റെ ഹൃദയത്തിൽ പതിയുകയും അവൻ ശരിയായ രീതിയിൽ തൗബ ചെയ്യുകയാണെങ്കിൽ അത് നീങ്ങിപ്പോവുകയും ചെയ്യും. അവൻ രണ്ടാമതും പാപം ചെയ്യുമ്പോൾ വീണ്ടും ഒരു പുള്ളി വീഴുന്നതാണ്. ഇതേ നിലയിൽ പാപങ്ങൾ അധികരിക്കുകയാണെങ്കിൽ ഈ പുള്ളികൾ അധികരിക്കുന്നത് കാരണമായി ക്രമേണ ഹൃദയം കറുത്തു പോകും. പിന്നീട് ആ ഹൃദയത്തിൽ നല്ല കാര്യങ്ങളിലേക്കുള്ള ആഗ്രഹമേ ഉണ്ടാകുകയില്ല, മറിച്ച് ദുഷ്പ്രവൃത്തികളിലേക്കുള്ള ചായ്വായിരിക്കും ഉണ്ടാവുക. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, നിശ്ചയമായും അവർ ചെയ്തുകൊണ്ടിരുന്ന ദുഷ്പ്രവൃത്തികൾ കാരണമായി അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചു പോയി. സൂറത്ത് മുത്തഫിഫീൻ 14-ാമത്തെ ആയത്ത് ഇതിലേക്കുള്ള സൂചനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ 2 ഉപദേഷ്ടാക്കളെ വിട്ടിട്ട് പോകുന്നു. അതിലൊന്ന് സംസാരിക്കുന്നതും മറ്റേത് മൗനമായിരിക്കുന്നതുമാണ്. സംസാരിക്കുന്നത് ഖുർആനാണ്, മൗനമായിരിക്കുന്നത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനം തലയിൽ കൈവച്ച് സ്വീകരിക്കുന്നു. എന്നാൽ ഉപദേശം സ്വീകരിക്കുകയും അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്കാണ് ഉപദേശം ഫലം ചെയ്യുന്നത്. എന്നാൽ ദീൻ പാടെ തന്നെ പ്രയോജനരഹിതമാണെന്ന് കരുതുകയും അത് പുരോഗതിയുടെ മാർഗത്തിന് തടസ്സമാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നിടത്ത് ഉപദേശത്തിൻ്റെ ആവശ്യം ആർക്കാണ്? ഉപദേശം ചെയ്താൽ എന്താണ് പ്രയോജനം? ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മുടെ മുൻഗാമികൾ ഖുർആൻ ഷരീഫിനെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. രാത്രിയിലെല്ലാം അതിനെക്കുറിച്ച് പരിചിന്തനം ചെയ്ത് മനസ്സിലാക്കുകയും പകലിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിങ്ങളാണെങ്കിൽ അതിൻ്റെ അർഫുകളെയും ഫത്ത് കസ്റുകളെയും നല്ലതുപോലെ ശരിപ്പെടുത്തുന്നുണ്ട്, പക്ഷേ അതൊരു രാജകൽപ്പനയാണെന്ന് മനസ്സിലാക്കുകയും അതിൽ പരിചിന്തനം ചെയ്യുകയും ചെയ്യുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഓരോ വസ്തുക്കൾക്കും ഒരു പ്രത്യേക മേന്മയുണ്ടായിരിക്കുകയും അവരതുകൊണ്ട് അഭിമാനം കൊള്ളുകയും ചെയ്യും. നിശ്ചയമായും എൻ്റെ സമുദായത്തിൻ്റെ അന്തസ്സ് പ്രത്യേക മേന്മയും ഖുർആൻ ഷരീഫാണ്. അതുകൊണ്ട് ജനങ്ങൾ അവരുടെ പൂർവികന്മാരെ കൊണ്ടും കുടുംബത്തെ കൊണ്ടും മറ്റനേകം വസ്തുക്കളെ കൊണ്ടും അവയുടെ മേന്മയും ഉന്നതിയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള വസ്തു ഖുർആൻ ഷരീഫാണ്. അതായത് അതിനെ പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ അതിൻ്റെ ഓരോ കാര്യങ്ങളും അഭിമാനത്തിനർഹമായ കാര്യങ്ങളാണ്.
അതെങ്ങനെ അപ്രകാരമാകാതിരിക്കും? അത് പ്രിയനും യജമാനനുമായ അള്ളാഹുവിൻ്റെ വചനയും കൽപ്പനയുമാണല്ലോ. ദുനിയാവിലുള്ള എത്ര വലിയ വസ്തുക്കളെ കൊണ്ടുള്ള മേന്മയും അതിന് തുല്യമാകാൻ സാധ്യതയില്ല മക്കളെ. കൂടാതെ ദുനിയാവിലുള്ള എത്ര വലിയ വസ്തുക്കളായിരുന്നാലും ഇന്നല്ലെങ്കിൽ നാളെ നീങ്ങിപ്പോകുമെന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വവും മേന്മയും ശാശ്വതമായതും ഒരിക്കലും അവസാനിക്കാത്തതുമാണ്. ഖുർആൻ ഷരീഫിൻ്റെ ചെറിയ ഗുണങ്ങൾ ഓരോന്നും അഭിമാനം കൊള്ളുന്നതിനർഹമായതാണ്. എന്നാൽ അതെല്ലാം സൂക്ഷ്മമായ നിലയിൽ ഖുർആനിലുള്ളപ്പോൾ അതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന മഹത്വം എത്ര വലുതാണ്. ഉദാഹരണമായി അതിൻ്റെ അഴകേറിയ കോർവയും ഭംഗിയായ തുടർച്ചയും വചനങ്ങളുടെ പരസ്പര ബന്ധവും കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സംഭവങ്ങളുടെ ശരിയായ വിവരണവും അക്രമികളെപ്പറ്റി ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത നിലയിൽ ഖുർആനിൽ വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ മുതലായ കാര്യങ്ങൾ ഖുർആനിൻ്റെ സവിശേഷതകളാണ്. ഉദാഹരണമായി യഹൂദികൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് അവരെന്ന് വാദിച്ചപ്പോൾ അവർ മരണത്തെ ആഗ്രഹിക്കുന്നവരല്ലെന്ന് പറഞ്ഞ് അവരുടെ വാദം യഥാർത്ഥമല്ലെന്ന് ഖുർആൻ തെളിയിച്ചില്ലേ? കൂടാതെ ഖുർആൻ കേൾക്കുന്നവർക്ക് ഹൃദയത്തിൽ മാറ്റമുണ്ടാവുകയും അത് ഓതുന്നവർക്ക് ഒരിക്കലും മടുത്തു പോകാതിരിക്കുകയും ചെയ്യുന്നു. ഏത് വചനവും അവ ഹൃദയങ്ങൾക്ക് എത്രയേറെ ആകർഷണമായാലും അത് തന്നെ ഭ്രാന്തനാക്കി കളയുമെന്ന പ്രേമവാചനത്തിൻ്റെ എഴുത്താണെങ്കിലും ശരി, ഒരു ദിവസം 10 പ്രാവശ്യം വായിക്കുന്നത് കൊണ്ട് മടുത്തു പോകുന്നില്ലെങ്കിൽ 20 പ്രാവശ്യം കൊണ്ട് മടുത്തു പോകില്ലേ? 20 പ്രാവശ്യം കൊണ്ട് മടുത്തു പോകുന്നില്ലെങ്കിൽ 40 പ്രാവശ്യം കൊണ്ട് മടുത്തു പോകുന്നില്ലേ? എന്തായാലും എപ്പോഴെങ്കിലും മടുത്തു പോവുക തന്നെ ചെയ്യും. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ ഒരു റുക്കൂ മനഃപ്പാഠമാക്കുക, എന്നിട്ട് അത് 200 പ്രാവശ്യമോ 400 പ്രാവശ്യമോ ജീവിതകാലം അത്രയുമോ ഓതിക്കൊണ്ടിരുന്നാലും ഒരിക്കലും ഹൃദയത്തിന് മതി വരുന്നില്ല. താൽക്കാലികമായ എന്തെങ്കിലും കാരണങ്ങളുടെ പേരിൽ ഓതുന്നതിന് അലസത നേരിട്ടാലും അത് പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോകും. എത്രയേറെ കൂടുതലായി ഓതിക്കൊണ്ടിരിക്കുന്നുവോ അത്ര കൂടുതൽ രസാനുഭൂതിയും പുതുമയും വർദ്ധിച്ചു കൊണ്ടിരിക്കും. മേൽപ്പറയപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അപൂർണമായിട്ടാണെങ്കിലും ശരി ആരുടെയെങ്കിലും വചനങ്ങളിൽ കാണപ്പെടുകയാണെങ്കിൽ അവൻ എത്രമാത്രം അതിൽ അഭിമാനം കൊള്ളുന്നതാണ് എന്നിരിക്കെ മേൽപ്പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരുവൻ്റെ വചനത്തിൽ പൂർണ്ണമായി ഉണ്ടാവുന്നുവെങ്കിൽ അതുകൊണ്ട് അവൻ എത്രമാത്രം അഭിമാനം കൊള്ളണം. എന്നാൽ നാം നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അല്പസമയം ഗഹനമായി ഒന്ന് ചിന്തിക്കണേ. നമ്മിൽ എത്ര പേര് ഖുർആൻ ഹാഫിളുകളാകുന്നതിൽ അഭിമാനിക്കുന്നു? അല്ലെങ്കിൽ മറ്റൊരാൾ ഖുർആൻ ഹാഫിളാകുന്നത് അവരുടെ അന്തസ്സിനുള്ള കാരണമായി കരുതുന്നു? ഇന്ന് നാം അന്തസ്സും അഭിമാനവും കാണുന്നത് ഉയർന്ന ഭൗതിക ഡിഗ്രികളിലും വലിയ വലിയ സ്ഥാനപ്പേരുകളിലും ഭൗതികമായ പേരും പെരുമയും കരസ്ഥമാക്കുന്നതിലും മരണാനന്തരം വിട്ടുപോകാനുള്ള പണവും സുഖവും കരസ്ഥമാക്കുന്നതിലുമാണ്. അള്ളാഹുവിനോട് ആവലാതിപ്പെടുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്?